അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വിഷമത്തോട് കൂടിയിട്ടുള്ള ഒരു വാർത്ത പറയേണ്ടിയിട്ട് തന്നെയാണ്. കൊണ്ടോട്ടി സ്വദേശിയായ 19-കാരി ഷഹാന മുംതാസിനെ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ മരണത്തിന് കാരണം ഭർത്തൃ വീട്ടിലെ അവരുടെ മാനസിക പീഡനമാണ് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സെയിം അവസ്ഥയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ ഷഹാന മുംതാസ് ആത്മഹത്യ എന്തിനു ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അവസ്ഥയിലൂടെ ഞാൻ മുൻപുള്ള എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയ ഒരു സ്ത്രീയാണ് ഞാനും. സൗന്ദര്യമില്ല, കാണാൻ നിറമില്ല, എൻ്റെ കൂടെ ഡോക്ടറെ അടുത്തേക്ക് വിളിച്ചാൽ വരും കൂടിയും ചെയ്യൂല, വന്നാൽ കൂടി നമ്മളെ അടുത്ത് ഇരിക്കും കൂടിയും ചെയ്യൂല. ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് വെക്കണ്ട, പല പല കാര്യങ്ങളുണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത. എന്തോ ഒരു ഞാൻ പറയട്ടെ, പടച്ചോനൊരു ധൈര്യം ഉള്ളിൽ തന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല. പല പല സിറ്റുവേഷൻസിലും പല പരീക്ഷണങ്ങളിലും ഞാനും കടന്നു പോയ ഒരു പെണ്ണാണ് കേട്ടോ. ആത്മഹത്യ നിങ്ങളോട് പറയാൻ എനിക്ക് പേടിയാണ്, സത്യം മരിക്കാൻ എനിക്ക് പേടിയാണ്, വല്ലാഹി മരിക്കാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ നിലയിൽ എത്തിയതും നിങ്ങൾക്ക് മുമ്പിൽ ഈ ഇരുന്നിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഓരോ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാത്തവരാണെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങളുടെ മുതൽ കണ്ടിട്ട് സ്വത്ത് കണ്ടിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടാണെങ്കിൽ ഒരിക്കലും നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട്, എന്തെങ്കിലും ഒരു ചെറുമാതിരി എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട് മുമ്പോട്ടുള്ള ജീവിതത്തിൽ. അതുകൊണ്ട് ഒരാൾ നമ്മുടെ ജീവന് വേറെ നമ്മളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ ജീവന് ഒരാൾക്കും വേണ്ടിയിട്ട് കളയരുത് എന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ. എനിക്കിവിടെ 3 പെൺകുട്ടികളുണ്ട്. ഞാൻ എന്താ നിങ്ങളോട് ഞാൻ പറയണ്ടേ, ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചിട്ടാണ്. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരുപാട് കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർ എന്താ കഥ അറിയാണ്ട് ആട്ടം കാണുക എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ, അതാണ്. അറിയാത്തവർ പലതും പറയും, പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പറയും ഓ അവൾക്ക് അങ്ങനെ ആയിരുന്നു എന്ന്. ഇപ്പൊ ആ കുട്ടി മരിച്ചപ്പോഴാണ് എല്ലാവരും പറയുന്നത്. അവന്റെ ഉമ്മാന്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒഴിവാക്കരുതേ എന്നുള്ളത്. എന്തിനായിരുന്നു മോളെ, ചെറിയ പ്രായമല്ലേ നിനക്ക്, പഠിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങിയിട്ട് നല്ല നിലയിൽ ജീവിച്ചൂടായിരുന്നോ? നമ്മളെ സ്നേഹിക്കുന്ന എത്ര പേര്, ഇവൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും നമ്മളെ സ്നേഹിക്കാൻ. ഞാൻ ആ ജീവിതം ഒഴിവാക്കിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ജീവിതത്തിലേക്ക് ഞാൻ വന്നതും സെയിം അവസ്ഥകളിലൂടെ തന്നെയാണ് കേട്ടോ. പക്ഷെ അത് കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രം. എന്നാലും എൻ്റെ ജീവൻ കിട്ടി. എന്നെ കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട്, പല പല വിധത്തിൽ, കുറുക്കു വഴികളിലൂടെ. ഞാൻ പറയട്ടെ, പല മാതിരി എന്നെ ഇടങ്ങേറാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഞാൻ തൊട്ടും തൊടാതെയും ഓരോ കാര്യങ്ങളും വിളിച്ച് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരാണ് വന്നിട്ട് എന്നെ തെറി പറയുന്നത് കേട്ടോ. എനിക്ക് പറയാനുള്ളത് ഞാനല്ലേ പറയണ്ടേ, വേറെ ആരെങ്കിലും പറയുമോ? അത്രയും ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഈ കാര്യം കേട്ട സമയത്ത് പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് ഓടി വന്നത് എൻ്റെ കാര്യം തന്നെയാണ്. ഇത് ഈ സെയിം അവസ്ഥയിലൂടെ റബ്ബെ ഞാനും കടന്നു പോയത് എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ റബ്ബ് എന്നെ ഇപ്പോഴും നല്ല നിലയിൽ ജീവിപ്പിക്കുന്നു. മരണത്തിലേക്ക് എൻ്റെ റബ്ബ് എന്നെ കൊണ്ട് തള്ളിയിട്ടില്ല. മാനസിക പിരിമുറുക്കത്തിലൂടെ ഒരുപാട് ഞാൻ കടന്നു പോയിട്ടുണ്ട്. തീരെ സൗന്ദര്യമില്ലാത്തവളാണ്. നമ്മുടെ മുതൽ വേണം, നമ്മൾ കൊടുത്ത മുതൽ വേണം, അത് ഫുള്ളായിട്ട് അങ്ങ് എടുക്കും. എന്നിട്ട് നമ്മളെ ഇട്ടിട്ട് കുത്തുക. ഭക്ഷണം വരെ തരുന്നതിൽ പിശുക്ക് കാണിച്ചിട്ട് ഭക്ഷണം വരെ തന്നിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണത്തിൽ വരെ പിശുക്ക് കാണിച്ച് അങ്ങനെ ഓരോരോ എടുത്ത് പറയേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറയട്ടെ, അതിൽ നിന്നെല്ലാം ആ ജീവിതത്തിൽ നിന്നെല്ലാം ഞാൻ പോന്നിട്ട് ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇതേപോലെ ജീവിച്ചൂടായിരുന്നോ എന്നാണ് ഞാൻ ഷഹന മുംതാസിനോട് ചോദിക്കുന്നത്. ആ കുട്ടി മരിച്ചു പോയി, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, എന്നാലും മോളെ എന്തിനായിരുന്നു? നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരാൾ പോയ 10 ആള് വരും. അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് പണിയെടുത്തിട്ട് ജീവിച്ചൂടെ? നിനക്ക് അത്ര പ്രായമല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭർത്താവ് വേണം എന്നുണ്ടോ ജീവിക്കാന്? നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിലും ഓക്കെ, നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ടെങ്കിലും ഓക്കെ, അവരുടെ കൂടെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. കൊല്ലാകൊല ചെയ്യുന്നവരുടെ കൂടെ ഒരിക്കലും ജീവിക്കരുത്. നികൃഷ്ട ജീവികളുണ്ട്, എന്നുണ്ട് എന്നറിയാവോ? ഈ ഒരു കാലഘട്ടത്തിലായാലും അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്.
ഞാൻ 20 വർഷം മുമ്പേ ഞാൻ അനുഭവിച്ചതാണ്. ഇപ്പോഴും ഈ പെൺകുട്ടിക്ക് ഈ കാലഘട്ടത്തിലും ഇതാ അനുഭവിച്ചിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നത്. ഇനി നമ്മളെപ്പോഴും ഓരോ വാർത്ത കേൾക്കുമ്പോഴും നമ്മൾ പറയും ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയുടെയും ജീവൻ പൊലിയരുതേ എന്നുള്ളത്. ആര് കേൾക്കാന്, ആര് കാണാന്, അല്ലേ? ഈ പറയപ്പെടുന്ന ആൾക്കാർക്കും ഉണ്ട്, പെങ്ങന്മാരുണ്ട്, മകളുണ്ട്, എല്ലാം ഉണ്ട്. അത് നിറം കുറഞ്ഞാലായിക്കോട്ടെ, മുതലില്ലെങ്കിൽ ആയിക്കോട്ടെ, അതിനൊന്നും അവർക്കൊരു പ്രശ്നമില്ല. നാട്ടുകാര് പുറത്തു നിന്ന് വരുന്ന പെൺകുട്ടികളെ അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് എന്തും ചെയ്യാം. അത് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു ജീവി മരിച്ച, ഒരു പുഴു മരിച്ച ഒരു ലാഘവത്തോടെ ഒരു മനുഷ്യൻ മരിച്ചാലുള്ള ഒരു വേദന വരെ അവർക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ നികൃഷ്ട ജീവികളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഭർത്താവിനായിക്കോട്ടെ, ഭർത്താവിന്റെ വീട്ടുകാർക്കായിക്കോട്ടെ, അവർക്ക് എല്ലാം അവർ തികഞ്ഞവരാണ്. അവര് നിറമില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് പണമില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി എന്തില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഈ ആത്മഹത്യ ചെയ്ത കുട്ടി അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ പറയട്ടെ, അവളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവളാണ് സുന്ദരി, അവനെക്കാട്ടിലേറെ അവളാണ് സുന്ദരി. അവന് എവിടെ നോക്കിയാണ് അവളെ കല്യാണം കഴിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നല്ലോ, വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിച്ചത്. എൻ്റെ സെയിം അവസ്ഥ തന്നെ. വന്ന് കണ്ട് നമ്മളെ മതി എന്ന് പറഞ്ഞിട്ടല്ലേ അവര് നമ്മളെ നിക്കാഹ് കഴിച്ചിട്ട് കൊണ്ടുപോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണോ പിന്നെ അവർക്ക് നമ്മൾ സൗന്ദര്യമില്ല, നിറമില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല പോലും. എന്തെല്ലാം കുറ്റങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക, അവൻക്ക് എല്ലാ മാതിരി ആ കുട്ടീനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് മതി എന്നാണോ? ഒരിക്കലും വിടരുത് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ നികൃഷ്ട ജീവികളെ ഒരിക്കലും സമൂഹം തന്നെ ഒറ്റപ്പെടുത്തണം, സമൂഹം തന്നെ കല്ലെറിയണം, ജീവിക്കാൻ അനുവദിക്കരുത്. ഇനി ഒരിക്കലും അവന് പെണ്ണ് കിട്ടരുത്, കല്യാണം കഴിക്കരുത് അവന്. ഞാനൊക്കെ എൻ്റെ ആ ഒരു പ്രായത്തിന്റെ പക്വതക്കുറവ് കൊണ്ട് തന്നെ പുറത്ത് പറയാൻ മടിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ആ കുട്ടിയും സെയിം അവസ്ഥയിലൂടെ കടന്നു പോയ ഒരു കുട്ടിയാണ്. അതിനും പുറത്ത് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. പെൺകുട്ടികൾ അങ്ങനെയാണ്. ഒരു പ്രായം വരെ ആരോടും ഒന്നും പറയാൻ താല്പര്യം കാണിക്കൂല, പേടിയാവും. കാരണം മറ്റുള്ളവരെ എന്ത് ചിന്തിക്കും, എന്ത് കരുതും എല്ലാം വിചാരിച്ചിട്ട് പുറത്ത് പറയാൻ മടിച്ചിട്ട് നിൽക്കുന്നവരായിരിക്കും. ആരോടും ഒന്നും തുറന്ന് പറയാത്ത അവസ്ഥകളിലായിരിക്കും ഈ ആത്മഹത്യ എല്ലാം ചെയ്യുന്നത്. ഞാൻ എൻ്റെ റബ്ബിനെ എത്രത്തോളം സ്തുതിച്ചാലും മതിയാവൂല. കാരണം അത്ര ഞാൻ വേദന അനുഭവിച്ചിട്ട് ഇങ്ങനത്തെ എല്ലാ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ട് നിങ്ങളോട് വീണ്ടും പറയാ, ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പേടിച്ചിട്ട് പിന്മാറിയതാണ്. അറിയോ നിങ്ങൾ? ആത്മഹത്യ ചെയ്യാൻ നോക്കിയതാണ്, എന്നിട്ട് പേടിച്ച് പിന്മാറിയതാണ് ഞാൻ. എന്തോ എൻ്റെ റബ്ബ് എനിക്ക് നല്ല ബുദ്ധി തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ അൽഹംദുലില്ലാ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. ഞാൻ ഇപ്പം തന്നെ എൻ്റെ കുഞ്ഞു മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, കല്യാണമല്ല, വിവാഹമല്ല ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടൊരു ജോലി നേടുക എന്നുള്ളതാണ്. പേടിയാകുന്നുണ്ട് കൂട്ടുകാരെ. എങ്ങനെയാണ് നമ്മുടെ പെൺമക്കളെ കല്യാണം കഴിച്ചിട്ട് വിടുക? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10-20 കൊല്ലം ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പം എൻ്റെ മക്കൾക്ക് എങ്ങനെയായിരിക്കും? പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഭർത്താക്കന്മാരെ ഇങ്ങോട്ട് എടുക്കുന്ന ഒരു സിസ്റ്റം ആയതിനെ കൊണ്ട് കുറച്ചെങ്കിലും നമുക്കൊരു സമാധാനം ഉണ്ട്. എന്നാലും പേടി തന്നെയാണ്, പേടി തന്നെയാണ്. എൻ്റെ മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി അതിന് ശേഷം പറ്റുന്നൊരു ബന്ധം കിട്ടുന്നെങ്കിൽ മാത്രം ഇപ്പോഴേ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ് ഞങ്ങൾ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ പറയുന്നു, പണ്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ട്. ആരും അറിയാത്ത എത്രയോ കേസുകളുണ്ട്, പെൺകുട്ടികൾ പുറത്ത് പറയാൻ പറ്റാത്ത എത്രയോ കേസുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അനുഭവം തന്നെ, പറഞ്ഞും പറയാതെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ. പിന്നെ അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്ന് അതിൽ റാഹത്തായിട്ട് പോകുന്നു. പിന്നെ മതി, പറയണ്ട എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ട് കുത്തിരുന്നത്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ പറയാണ്ടിരിക്കാൻ തോന്നിയില്ല. കാരണം സെയിം സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നു പോയ ഒരു വ്യക്തിയാണ്. നമ്മൾ സൗന്ദര്യമില്ല, നമ്മളെ പണത്തിന് സൗന്ദര്യമുണ്ട്, നമ്മൾക്ക് തന്ന സ്വർണത്തിന് സൗന്ദര്യമുണ്ട്. അറിയോ നിങ്ങൾ? നമ്മൾക്ക് തന്ന സ്വർണത്തിന്, നമ്മളെ മുതലിന് അവർക്ക് സൗന്ദര്യമുണ്ട്, നമ്മൾക്ക് സൗന്ദര്യമില്ല. അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. എന്താ നിങ്ങളോട് പറയണ്ടേ? ഇനി ഒരു പെൺകുട്ടിയും പൊലിയാതെ ഇരിക്കട്ടെ.
പെൺമക്കളെ ഉമ്മയാണ് ഞാൻ. അതുകൊണ്ട് വേദന മനസ്സിൽ തട്ടിയിട്ടാണ് പറയുന്നത്. എന്തായിരിക്കും മക്കളെ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാ പെൺകുട്ടികൾക്കും അള്ളാഹു ഹൈറാക്കട്ടെ എന്നല്ലാണ്ട് പ്രാർത്ഥിക്കാനല്ലാണ്ട് നമ്മളെപ്പോലത്തെ ഉമ്മമാർക്ക് എന്ത് ചെയ്യാനാവും? നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. നല്ല വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം മാത്രം, ഒരു ജോലിയാക്കിയതിന് ശേഷം മാത്രം കല്യാണം കഴിപ്പിക്കുക. അത് ആ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. പറ്റാത്തൊരു ബന്ധമാണെങ്കിൽ ഒരിക്കലും ജീവൻ കളയരുത്. അവിടുന്ന് പതുക്കെ പടിയിറങ്ങി പോരുക. വിശാലമാണ് ഈ ലോകം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഒരാളെ വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മുടെ ഈ ജീവന് വിലപ്പെട്ട ജീവനാണ്. ആ ജീവന് ഒരു മോയന്തിന് വേണ്ടിയിട്ടും കളയാൻ നിൽക്കരുത്. പടച്ചോൻ എന്തായാലും ആ കുട്ടിയുടെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കട്ടെ, ഹൈറാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.